മലയാള സിനിമകളിലെ ടെക്നോളജി ഉപയോഗിച്ച രംഗങ്ങളിലെ അബദ്ധങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നൊരു കമ്പൈലേഷൻ എപ്പിസോഡാണിത്. ലെ മോഹൻലാൽ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ഭദ്രൻ സംവിധാനം ചെയ്ത ഒളിമ്പ്യൻ അന്തോണി ആദം. ഒരു പ്രതി രക്ഷപ്പെടുകയും തൻ്റെ ബോസിനെ ഫോൺ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ആ സമയത്ത് ബോസിന്റെ കയ്യിലുള്ള ഫോണിൽ ലോ ബാറ്ററി എന്ന് എഴുതി കാണിക്കുന്നുമുണ്ട്. പക്ഷേ വ്യക്തമായി കാണാം ആ ഫോണിൽ ഫുൾ ബാറ്ററി ഉണ്ട്. അതുപോലെ തന്നെ ആരുടെയോ നമ്പർ ലോ ബാറ്ററി എന്ന് സേവ് ചെയ്ത് കോൾ ചെയ്യുന്നതാണെന്നും വ്യക്തമായി മനസ്സിലാക്കുക. 2007 പുറത്തിറങ്ങിയ കലാഭവൻ മണി റഹ്മാൻ ചിത്രമായ എബ്രഹാം ലിങ്കനിലെ ഒരു രംഗമാണിത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല മാവാ, ഈ വീഡിയോ ഫേക്ക് ആണ്, കൃത്രിമം. ഒരാൾക്കും തന്നെ വീഡിയോ ലഭിക്കുമ്പോൾ അതിനടിയിൽ മറ്റൊരു ലെയർ ഉണ്ടാവുകയില്ല. പിന്നെ എന്താണ് ഈ സിനിമയിൽ കാണിക്കുന്നത്? സാധാരണ ഒരു വീഡിയോയിൽ നിന്നോ ഒരു ചിത്രത്തിൽ നിന്നോ ഒരു ഭാഗം മാറ്റിക്കഴിഞ്ഞാൽ അതിന് താഴെ ഒന്നും തന്നെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ സിനിമയിൽ മാത്രം ഒരു പ്രത്യേകതരം മാജിക് ആണ് കാണിച്ചിരിക്കുന്നത്. ഒരു വീഡിയോയ്ക്കടിയിൽ മറ്റൊരു വീഡിയോ എങ്ങനെയാണ് കയറി വരിക? പ്രമോദ് പാപ്പനിക് അപ്രോച്ച് ആയതുകൊണ്ട് ഈ സിനിമയെ നമുക്ക് വെറുതെ വിടാം. പക്ഷേ ഇതേ ഒരു ലോജിക്കില്ലായ്മ ബ്രഹ്മാണ്ഡ സംവിധായകൻ ശങ്കറിന്റെ സിനിമയിലുമുണ്ട്. 2005 പുറത്തിറങ്ങിയ അന്യൻ എന്ന സിനിമയിലെ ഈ രംഗം ഒന്ന് കണ്ടു നോക്കൂ. ഇതിലൊരു ഇമേജിനാണ് അടിയിൽ മറ്റൊരു ലെയർ വരുന്നത്. സാധാരണഗതിയിൽ നാം ഒരു ഇമേജ് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം മായ്ച്ചു കളഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നാൽ ഈ സിനിമയിൽ പെയിന്റിനടിയിൽ അന്യന്റെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്, മുടിയെല്ലാം മുമ്പിൽ നിന്നും മാറുന്നുമുണ്ട്. ഒരിക്കലും തന്നെ ഒരു ഇമേജ് ലഭിച്ചാൽ ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇമേജിൽ നിന്നും എന്തെങ്കിലും മായ്ച്ചു കളഞ്ഞാൽ അതിനടിയിൽ വേറൊരു ഇമേജ് ഒരിക്കലും തന്നെ വരികയില്ല. മെയിൻ സ്വിച്ച് ഓഫാക്കി ഫ്യൂസ് ഊരുന്നത് വ്യക്തമായി കാണിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിൽ നിന്നും വെളിച്ചം വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല. ആ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഫ്രിഡ്ജുകൾ കണ്ടെത്തിയത് ഈ സിനിമയിൽ മാത്രമാണ്. നിർണയം സിനിമയിലെ ചില രംഗങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ചോദിച്ചത്. കൊടും ക്രൂരനായ വില്ലനായ ഡോക്ടർ അതിപ്രധാനമായ ഒരു ഡാറ്റ ആശുപത്രിയിലിരുന്ന് ചെക്ക് ചെയ്യുന്നത് പെയിന്റിൽ ചിത്രം വരച്ചുകൊണ്ടാണ്. ഡോക്ടർക്ക് MS പെയിന്റ് ഉപയോഗിച്ചുകൂടാ എന്നൊന്നുമില്ല, പക്ഷെ ഇതൊരു കൗതുകം മാത്രമാണ്. റോളക്സ് ആയിരുന്നു ഈ കാര്യം ആദ്യമായി കമന്റ് ചെയ്തത്. 2002 പുറത്തിറങ്ങിയ വിജയകാന്ത് ചിത്രമായ രാമണ്ണ എന്ന സിനിമയിലെ ഒരു രംഗമാണിത്. വിൻഡോസ് മീഡിയ പ്ലെയർ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും സർ. ശരി, പിന്നെ മിനിമം 2 സ്പേസ് ബാർ എങ്കിലും വേണ്ടി വരും. മറ്റുള്ളവരുടെ ഡാറ്റ ഹാക്ക് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ലൊക്കേഷൻ കണ്ടെത്താനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് വിൻഡോസ് മീഡിയ പ്ലെയർ. ഹാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടാക്കുകയും അത് കമ്പ്യൂട്ടറിൽ വിൻഡോസ് മീഡിയ പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് പ്ലേ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഫുൾ സ്ക്രീൻ ആക്കാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ വിൻഡോസ് മീഡിയ പ്ലെയർ വ്യക്തമായി കാണാം. ഇതിലും നല്ലൊരു ഹാക്കിംഗ് ആണ് 2002 പുറത്തിറങ്ങിയ ദേവ്ജി ചിത്രം കാലചക്രത്തിൽ കാണിക്കുന്നത്. ഓരോ സെർവറുകൾക്കും അതിന് രൂപങ്ങൾ നൽകിയും വ്യക്തമായ ചിത്രങ്ങളായും അതിലേക്ക് കടന്നു കയറുന്നത് വരെ കാണിക്കുന്നുണ്ട്. നല്ലൊരു വീഡിയോ തന്നെയാണ് ആ സിനിമയിൽ ഹാക്കിംഗ് ആയി കാണിക്കാൻ പ്ലേ ചെയ്യുന്നത്. നാസക്കും പെന്റഗണും വാൾസ്ട്രീറ്റിനുമെല്ലാം ഒരു രൂപം തന്നെ ഈ സിനിമയിൽ നൽകുന്നുണ്ട്. അതിശക്തമായ കമ്പ്യൂട്ടർ വൈറസ് ലോകമെമ്പാടുമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും പണമിടപാട് സ്ഥാപനങ്ങളും തകിടം മറിയും. മലയാളത്തിലെ മറ്റൊരു ക്രിഞ്ച് ഫെസ്റ്റ് സിനിമയാണ് കിലുക്കം കിലുകിലുക്കം. ആ സിനിമയിലുമുണ്ട് ഒരു കമ്പ്യൂട്ടർ ടെക്നിക്. ഈ കുട്ടിയെ ഞാൻ 8 വയസ്സ് പ്രായമുള്ള കുട്ടിയാക്കാൻ പോവുക. ഇനി 14 വയസ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ആപ്പുകൾ ലഭ്യമാണ്. എന്നാൽ അന്ന് സിനിമയിൽ ഓരോ ക്ലിക്കിലും ചിത്രങ്ങൾ മാറി വരികയാണ്. അതെല്ലാം തന്നെ വെറും ഫോട്ടോ വ്യൂവർ ഉപയോഗിച്ചുകൊണ്ടാണ് കാണിക്കുന്നതും. സിനിമയ്ക്ക് വേണ്ടി നേരത്തെ ഉണ്ടാക്കി വെച്ച ഓരോ ഫോട്ടോകളും
മാറ്റി മാറ്റി കാണിക്കുകയാണ്. തോസ്തിൽ കുഞ്ചാക്കോ ബോബൻ നായികയുടെ ചിത്രങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നീട് നായിക വന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ചിത്രങ്ങളെല്ലാം ഡിലീറ്റ് ആയെങ്കിൽ ചിത്രങ്ങൾ അവിടെ കാണാതിരിക്കുകയല്ലേ ചെയ്യുക? അല്ലാതെ ചിത്രങ്ങളെല്ലാം ഡിലീറ്റായി എന്നാണോ നോക്കുമ്പോൾ കാണുക? ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുഞ്ചാക്കോ ബോബൻ തന്നെ അങ്ങനെ ഒരു ഡോക്യുമെന്റ് അവിടെ ഉണ്ടാക്കി വെച്ചതായിരിക്കാം. I became the leader of our gang. അഹൂജ തന്നെയായിരുന്നു അപ്പോഴും എൻ്റെ പ്രധാന ശത്രു. എത്ര വലിയ ഡോണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മൊബൈൽ ഫോൺ നേരെ പിടിക്കാൻ അറിയില്ല. മൊബൈൽ ഫോൺ തലതിരിച്ച് പിടിച്ച് കോൾ ചെയ്യുന്നത് 2013 ദിലീപ് ചിത്രമായ ശൃംഗാരവേലൻ എന്ന സിനിമയിലാണ്. കാര്യമുണ്ട്. ഉദയകുമാറിന്റെ ആദ്യ ഭാര്യയിലെ മകൾ പ്രഭ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണത്. സിമി തന്നെ പിയാനോ പഠിപ്പിക്കുന്ന റേം മാത്യൂസ് എന്ന ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്നും 24 ന്യൂസ് ചാനലിന്റെ മൈക്ക് പിടിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അത് കാണിക്കുന്നത് റിപ്പോർട്ടർ ടിവിയിലുമാണ്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല. 1999 ഭദ്രൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമാണ് ഒളിമ്പ്യൻ അന്തോണി ആദം. ചിത്രത്തിൽ നാസർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ചിത്രം വരക്കുന്ന ഒരു രംഗമാണിത്. ആദ്യം വരച്ച ചിത്രമായിരുന്നില്ല ഫാക്സായി പുറത്തു വന്നത്. രണ്ടും ഏറെ വ്യത്യാസമുള്ള ചിത്രങ്ങളാണ്. പക്ഷേ വീണ്ടും പോലീസ് ആ ചിത്രമെടുത്ത് കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ അത് ആദ്യം വരച്ച ചിത്രമായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. നേരിട്ട് സംസാരിക്കുക, അതാണ് എന്റെ ശരി. വീഡിയോ കോൺഫറൻസ്, ഹീസ് ഓൺലൈൻ. പൃഥ്വിരാജിനെ നായകനാക്കി 2009 ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് റോബിൻഹുഡ്. ഷിപ്പിന്റെ പേരിലുള്ള നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇതിന് ഞാൻ വഴങ്ങിയത്. നിന്റെ അസറ്റും അഹങ്കാരവുമായിരുന്നല്ലോ ഈ ബാങ്ക്. അത് കുളം തോണ്ടിയപ്പോ എനിക്ക് കിട്ടിയൊരു സുഖം. പൃഥ്വിരാജിന്റെ സ്ക്രീനിൽ ബിജുമേനോനെ കാണിക്കുമ്പോൾ ബിജുമേനോൻ സംസാരിക്കുന്ന ലാപ്ടോപ്പ് കൂടി കാണാവുന്നതാണ്. ലാപ്ടോപ്പിന് മുന്നിൽ ഘടിപ്പിച്ച ഈ ക്യാമറയിലൂടെ കാണിക്കുന്ന രംഗങ്ങളിൽ എങ്ങനെയാണ് ലാപ്ടോപ്പിന്റെ പിന്നിൽ നിന്നുള്ള രംഗങ്ങൾ വരിക? ആ ഒരു ക്യാമറയിലൂടെ കാണുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതായിരിക്കാം. പിന്നീട് ഷൂട്ട് ചെയ്ത് വെച്ച ഉള്ള രംഗങ്ങൾ വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാവാം. ബിജുമേനോന്റെ രംഗങ്ങളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി സൂം ആവുന്നതും കാണാം. വാൾട്ട് ഡിസ്നിയോട് ഗുഡ് ബൈ പറഞ്ഞ് തിരികെ ഫ്ലൈറ്റ് പിടിക്കാൻ മനസ്സ് കൊതിക്കും. 2015 എം പത്മകുമാർ സംവിധാനം ചെയ്ത് മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച കനൽ എന്ന സിനിമയിലും ഇതേ മിസ്റ്റേക്ക് കാണാം. എന്നിട്ട് സമാധാനമായിട്ട് വന്നാൽ മതി. ഇവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഡോക്ടേഴ്സിന്റെ ഒരു പട തന്നെയുണ്ട്. പിന്നെന്തിനാ പേടിക്കുന്നത്? മോഹൻലാൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പ് തന്നെ അപ്പുറത്തുള്ളയാൾ മുഴുവനായും കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്യാമറ എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക? സിനിമയിലെ ഏതൊരു മിസ്റ്റേക്കിനെയും ബ്രില്യൻസ് ആക്കി മാറ്റുന്നവർ അവിടെ ഒരു എക്സ്റ്റേണൽ വെബ്കാം ഉണ്ടെന്ന് വേണമെങ്കിൽ വാദിച്ചേക്കാം. സിനിമയിൽ കഥാപാത്രങ്ങൾ ചെറിയ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ചില രംഗങ്ങൾ ഷൂട്ട് ചെയ്യുകയും പിന്നീട് കഥാപാത്രങ്ങൾ അത് കാണുമ്പോൾ സിനിമ പോലെ തന്നെ പല ആംഗിളിൽ നിന്നെടുത്ത ഷോട്ടുകളായി കാണുന്നതിനെ കുറിച്ച് നാം ജാക്ക് ഡാനിയലിനെ കുറിച്ച് ചെയ്ത സ്പെഷ്യൽ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതുപോലെയുള്ള മിസ്റ്റേക്കുകൾ മറ്റു ചില സിനിമകളിലും നമുക്ക് കാണാം. 2000 GS വിജയൻ സംവിധാനം ചെയ്ത കവർ സ്റ്റോറി എന്ന സുരേഷ് ഗോപി ചിത്രത്തിലെ ഒരു രംഗമാണിത്. ഒരു സ്ഥലത്ത് ഘടിപ്പിച്ചു വെച്ച ക്യാമറയിൽ പല ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾക്ക് പുറമെ ക്യാമറ തന്നാലെ തന്നെ മൂവ് ചെയ്യുന്നുമുണ്ട്. ഇതേ ഒരു ലോജിക്കലായ്മ ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം അന്യനിൽ വരെ കാണാം. അവിടെ CCTV എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത രംഗങ്ങളായിരുന്നു. എന്താണ് സുഹറയുടെ മെയിൽ ID? suhra_ahmad@hotmail.com. ബാപ്പച്ചിയുടെ ലെഗസി. യെസ്. പലരും പല മിസ്റ്റേക്കുകളും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് അടിച്ചുകൊണ്ട് സുരേഷ് ഗോപി ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഹോട്ട്മെയിലിലേക്കാണ്. പക്ഷേ ലോഗിൻ ചെയ്ത് മെയിൽ ചെക്ക് ചെയ്യുന്നത് യാഹൂയിലാണ്. അജോയ് ആയിരുന്നു ഇക്കാര്യം കമൻറ്റ് ചെയ്തത്. വേറെയും ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ രംഗത്തുണ്ട്. പാസ്വേഡ് തെറ്റായി കഴിഞ്ഞാൽ ഇത്രയും വലിയ അക്ഷരങ്ങളിൽ അവിടെ എഴുതി കാണിക്കില്ല. അഭിജിത്ത് ആയിരുന്നു ഇക്കാര്യം കമൻറ്റ് ചെയ്തത്.
ശരിയായ പാസ്വേഡ് അടിച്ചതിന് ശേഷവും പാസ്വേഡ് അടിക്കാനുള്ള സ്ഥലം വീണ്ടും കാലിയായി കിടക്കുന്നതും കാണിക്കുന്നുണ്ട്. ഇക്കാര്യം കമൻറ്റ് ചെയ്തത് സുബിനായിരുന്നു. ജപ്പാൻ കമ്പനിയുടെ മെയിലെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യുന്നത് ആപ്പിൾ ID സെറ്റ് ചെയ്ത ഒരു മെയിലാണ്. ഇക്കാര്യം കമൻറ്റ് ചെയ്തത് ഫായിസ് ആയിരുന്നു. പിന്നെന്തായിരുന്നു നിങ്ങൾ തമ്മിൽ സംസാരിച്ചത്? ബാപ്പച്ചിയുടെ ലെഗസി, പാരമ്പര്യം, അത് കിട്ടി. ഈ ഒരു സീനിൽ തന്നെ ഒരു ലോജിക് മിസ്റ്റേക്ക് ഉണ്ട്. അക്കാര്യം കമൻറ്റ് ചെയ്തത് ഷുഹൈബാണ്. സുരേഷ് ഗോപിയുടെ കഥാപാത്രം ലെഗസി എന്ന പാസ്വേഡ് കണ്ടെത്തുന്ന രീതിയാണ് ഈ സീനിലെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ഒട്ടുമിക്ക മലയാള സിനിമയിലും പാസ്വേഡുകൾ കണ്ടെത്തുന്നത് ഈ ഒരു രീതി ഉപയോഗിച്ചുകൊണ്ടാണ്. പാസ്വേഡുകൾ കണ്ടെത്താനുള്ള ഒരു നൂതന ടെക്നോളജിയും മലയാള സിനിമയിൽ ഉപയോഗിക്കാറില്ല. അതിനു പകരം നായകൻ അത് ഊഹിച്ച് കണ്ടെത്താറാണ് പതിവ്. അത് ഊഹിക്കാനായി സുരേഷ് ഗോപിയുടെ കഥാപാത്രം ഉപയോഗിക്കുന്നത് പാസ്വേഡിൻ്റെ ഉടമ അവസാനമായി സംസാരിക്കുമ്പോൾ ഉപയോഗിച്ച വാക്കുകളാണെന്ന വിചിത്രമായ രീതിയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചത്. 2013 ജിത്തു ജോസഫ് ചിത്രം മെമ്മറീസിലും നായകൻ പാസ്വേഡ് കണ്ടെത്തുന്നത് ഇതേ ഒരു ഊഹിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. വില്ലന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകത്തിൻ്റെ പേരായിരിക്കും പാസ്വേഡ് എന്നാണ് അതിൽ നായകൻ ഊഹിക്കുന്നത്. ഒരു സ്പെഷ്യൽ ക്യാരക്ടറോ ഒരു നമ്പറോ ഉപയോഗിച്ചാൽ പാസ്വേഡ് മാറിപ്പോകുമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ കറക്റ്റായി പാസ്വേഡ് ചിന്തിക്കാനുള്ള കഴിവ് മലയാള സിനിമയിലെ നായകന്മാർക്ക് മാത്രമുള്ളതാണ്. തിരക്കഥാകൃത്തിന് കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു വഴിയുമില്ലാതിരിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഡയസ് എക്സ് മക്കീന എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കാറ്. അതായത് ദൈവം നേരിട്ട് വന്ന് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കാം. 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന സുരേഷ് ഗോപി ചിത്രത്തിലും ഇതുപോലെ തന്നെ പാസ്വേഡ് ഗസ് ചെയ്ത് കണ്ടെത്തുന്ന രംഗങ്ങളുണ്ട്. പക്ഷെ അതിൽ ആ കഴിവ് നായികക്കാണെന്ന് മാത്രം. പാസ്വേഡ് കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് ആ സിനിമയിൽ ദൈവത്തിന് കൊടുക്കുന്നുമുണ്ട്. സാധാരണഗതിയിൽ ഒരാള് അയാളുടെ ക്യാരക്ടറോ ആയോ ബിസിനസ്സോ ആയോ ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചെറിയ വാക്കായിരിക്കും പാസ്വേഡായി ഉപയോഗിക്കുക. ഇപ്പൊ ഭരത് ഷായുടെ ഭരത് ഫീഡ് ചെയ്തു, സിസ്റ്റം റിജക്ട് ചെയ്തു. ദൈവാനുഗ്രഹം പോലെ ഇന്ന് വൈകുന്നേരം എനിക്ക് ആ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് കിട്ടി. ഇത്തരത്തിലുള്ള സിനിമയിലെ അബദ്ധങ്ങളെക്കുറിച്ചും മറ്റബദ്ധങ്ങളെക്കുറിച്ചും നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.